ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നിപ്പോൾ ഈ റൂം ചെക്കൗട്ട് ചെയ്യണേണേ. അങ്ങനെ തഞ്ചാവൂർ പോയിട്ട് പിന്നെ ചെന്നൈയിലോട്ട് അങ്ങനെ തിരിച്ചു പോവാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞങ്ങൾ 2 ദിവസം മുന്നേ എടുത്തതാണ്. ഞങ്ങൾ വേളാങ്കണ്ണിയിൽ ക്യൂൻ ഇൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് താമസിച്ചത്, അക്കോമഡേഷൻ എടുത്തത്. വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു. നല്ല സൂപ്പറായിട്ടുള്ള ഗാർഡനിങ്ങും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നിറയെ ഫോട്ടോസും റീൽസ് വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ അവിടെ കീഴെ നല്ലൊരു സൂപ്പറായിട്ടുള്ള റെസ്റ്റോറൻറ്റും ഉണ്ട്. മജോറിറ്റി ടൈമും ഞങ്ങൾ ഫുഡ് അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. ഇവിടെ താമസിച്ച 2 ദിവസവും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, നന്നായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് അവിടെ വന്നിട്ടില്ല. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഹോട്ടലും റെസ്റ്റോറൻറ്റും എല്ലാം ഉള്ള ഒരു ഇത്. നമ്മളുടെ ചർച്ചിൽ നിന്ന് എറൗണ്ട് ഒരു 1.5 കിലോമീറ്റർ മുന്നേ ആയിട്ടാണ് ഈ ഹോട്ടലുള്ളത്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ നിറയെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്, അതുപോലെ തന്നെ അവിടുത്തെ റെസ്റ്റോറൻറ്റും നല്ല സൂപ്പറാണ്. സാധാരണ ഞാൻ തമിഴ് റൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല, ഞാൻ കഴിക്കാറില്ല. വളരെ ചെറിയ അരിയായിരിക്കും അത്. പക്ഷേ ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ തന്നെ വലിയ വെള്ളരിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള ഫിഷ് കറി, ഫിഷ് ഫ്രൈ എല്ലാം കഴിച്ചു. അങ്ങനെ നന്നായിട്ട് ഞങ്ങളവിടെ എൻജോയ് ചെയ്ത് 2 ഡേയ്സ് താമസിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ചെന്നൈയിലെത്തിയിട്ട് ശ്രീഹരിക്ക് തിരിച്ചു പോകാനുള്ള ടൈം ആവണേണ്. അവന് 26-ന് നാളെ 26-ന് അവന് തിരിച്ചു പോകണം. നമ്മളുടെ IIT-കൾക്ക് സമ്മർ ഹോളിഡേയ്സ് 2.5 മാസമാണുള്ളത്. അപ്പോൾ ആ 2.5 മാസം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കഴിഞ്ഞു പോയി. അതുപോലെ തന്നെ ഈ യാത്രയിൽ ഫുൾ ആൻഡ് ഫുള്ള് അവൻ തന്നെയാണ് ഞങ്ങളുടെ ഡ്രൈവറായിട്ടിരുന്നത്. ഹസ്ബൻഡ് എറൗണ്ട് ഒരു 100-150 കിലോമീറ്റർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഫുൾ ഡ്രൈവിങ് അവൻ തന്നെയാണ് എടുത്തത്. ഇവിടെ വളരെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഗാർഡനൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലത്തിലായിട്ട് നിൽക്കുന്ന ഒരു ഹോട്ടലാണിത്. ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു ഹോട്ടൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫോട്ടോസ് എടുക്കാൻ, റീൽസ് എടുക്കാനെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങളിവിടെ 2 ദിവസം താമസിച്ചു. പിന്നെ തിരിച്ച് ഞങ്ങൾ വീടെത്താൻ രാത്രിയായിപ്പോയി. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഉച്ച നേരത്താണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം തഞ്ചാവൂർ പോയി, പിന്നെ തഞ്ചാവൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് വരികയാണ് ചെയ്തത്. വരുന്ന വഴി നല്ല മഴയുമായിരുന്നു. എന്നാലും അവന് അച്ഛൻ വണ്ടി ചോദിച്ചിട്ടൊന്നും കൊടുക്കാതെ അവൻ തന്നെയാണ് ഫുള്ള് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ സേഫായിട്ട് ഞങ്ങൾ രാത്രി ഒരു 12:30 ആയപ്പോൾ വീട്ടിലെത്തി. പിന്നീട് ഇനിയിപ്പോൾ 2 ദിവസം നല്ല തിരക്കുള്ള ദിവസങ്ങളാണ്. അവന് പോകാനുള്ള സമയമായി. അവന് കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങൾ പർച്ചേസിങ്ങും ബാഗ് പാക്കിങ്ങും അങ്ങനെയുള്ള ഒരുപാട്, അവന് കൊണ്ടുപോകാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ട് എനിക്ക്. അപ്പോൾ അതുപോലുള്ള കുറച്ച് സാധനങ്ങളെല്ലാം അതിനുള്ള തിരക്കുകളാണ് ഇനിയുള്ള ദിവസങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വേളാങ്കണ്ണി വിശേഷങ്ങൾ. വേളാങ്കണ്ണിയിൽ വെച്ചിട്ട് ഞാൻ കഴിച്ചത് ഫിഷ് കറി, ചോറ്, ഫിഷ് ഫ്രൈ എല്ലാമാണ്. ഹസ്ബൻഡ് വെജിറ്റേറിയൻ മീൽസാണ് കഴിച്ചത്. ശ്രീഹരിക്ക് ഫ്രൈഡ് റൈസും പിന്നെ അവൻ എന്തോ ഒരു ചില്ലി ചിക്കൻ പോലെ എന്തോ ഓർഡർ ചെയ്തിരുന്നു. അതൊക്കെയാണ് അവൻ കഴിച്ചത്. നല്ല സൂപ്പറായിട്ടുള്ള റെസ്റ്റോറൻറ്റുമാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്രകളെല്ലാം അവസാനിച്ചു. ഇനിയിപ്പോൾ ഡിസംബറിലേക്ക് ഇവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. ശങ്കരന് ഇടയ്ക്കിടയ്ക്ക് വന്നും പോയും ഇരിക്കും. അവന് ഇനിയിപ്പോൾ ഓഗസ്റ്റ് 15-ന് അവൻ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞങ്ങളിവിടെ രാത്രി അറൗണ്ട് ഒരു 12:30 മണി മേലെയായി വീട്ടിലെത്തിയത്. ഇടയ്ക്ക് പല സ്ഥലങ്ങളിൽ നിർത്തി ചായ കുടിക്കുകയും കുറച്ച് നൈറ്റ് ഫുഡ് കഴിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ലോങ് ജേർണി അവസാനിച്ചു. അപ്പോൾ ഓക്കേ, ബൈ ബൈ.